Good morning, students. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 dx by e raised to x plus e. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇന്റഗ്രൽ a to b f of a plus b minus x dx ആണ്. അപ്പോൾ f of x റീപ്ലേസ്ഡ് ബൈ f of a plus b minus x. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 0, b എന്ന് പറയുന്നത് എന്താണ്? 1. അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/e⁻x + e ആണ്. അപ്പോ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ എഫ് ഓഫ് എയുടെ സ്ഥാനത്ത് 0, ബിയുടെ സ്ഥാനത്ത് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 1 മൈനസ് എക്സ്. എഫ് ഓഫ് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിന് എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യണം? 1 മൈനസ് എക്സ് റീപ്ലേസ് ചെയ്യണം. 1 മൈനസ് എക്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ 1/e⁻x സ്ഥാനത്ത് കൊടുക്കുന്നു 1 മൈനസ് എക്സ് പ്ലസ് ഇ. അപ്പൊ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ എഫ് ഓഫ് എക്സിന് പകരം എന്താണ് എടുക്കണേ? എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആണ്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അങ്ങനെ എടുക്കും. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1/e⁻1 into e⁻x പ്ലസ് ഇ എന്ന് എഴുതാം അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഈ രണ്ടിലും ഈ കോമൺ ആയിട്ടുണ്ട് അല്ലെ? ഈ കോമൺ ആയിട്ട് എടുത്തു. അപ്പോ 1/e⁻x + 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/e. ഇവിടെ 1/, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 + e⁻x e⁻x എന്ന് വരും. അപ്പൊ 1/e⁻x e⁻x + 1. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എങ്ങനെ മാറി? 1/e⁻x e⁻x + 1 by using this property integral a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? integral a to b f of a plus b minus x. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ ഈ 1/e⁻x + e എങ്ങോട്ട് മാറ്റി? 1/e⁻x e⁻x + 1 മാറ്റി. ഇനി നമുക്ക് അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രൽ 0 to 1 ഇവിടെ ഫംഗ്ഷന് പകരം 1/e⁻x by e⁻x + 1 dx. 1/e⁻x + e ക്ക് പകരം പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 1/e⁻x e⁻x + 1 കിട്ടി. ഇതിൽ 1/e നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/e പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ 0 to 1 e⁻x e⁻x + 1. ഇനി നോക്കിയേ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ e⁻x + 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e⁻x + 1ന്റെ ഡെറിവേറ്റീവ് e⁻x ആണ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 1/e log e⁻x + 1. Then lower limit 0, upper limit 1. കണ്ടോ? ഇവിടെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. e⁻x + 1ന്റെ ഡെറിവേറ്റീവ് ആണ് e⁻x. അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? log ഓഫ് ഡിനോമിനേറ്റർ. ഇനി നോക്കാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/e. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റ് ഏതാണ്? 1 അപ്ലൈ ചെയ്യണം. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ log e + 1 വരും. e + 1. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കാം. ലോവർ ലിമിറ്റ് 0 കൊടുത്താലോ എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ e⁻0 വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? log 2 എന്ന് വരും. log 2. അപ്പൊ log a - log b. log a - log b എന്ന് പറഞ്ഞാൽ എന്താണ്? log a/b. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1/e log 1 + e/2 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of a plus b minus x dx. ഇന്റഗ്രൽ a to b f of a plus b minus x dx. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? 1/e⁻x + e ആയിരുന്നു. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആ ഫംഗ്ഷൻ നമ്മൾ റീപ്ലേസ് കൊണ്ട് ഈ ഫോമിലാക്കി. a ഫോമിലാക്കി 1/e⁻x e⁻x + 1 ഫോമിലാക്കി. അതിനുശേഷം നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും ലിമിറ്റ് അപ്ലൈ ചെയ്യാനും സാധിച്ചു. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1/e log e + 1/2 ആൻസർ കിട്ടി. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ഇതിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിന്റെ പ്രോപ്പർട്ടി ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് വഴിക്ക് ചെയ്യാൻ സാധിക്കൂ കേട്ടോ.